ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ എണ്ണം കൂട്ടാൻ കോൺഗ്രസ് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. വഖഫ് കരിനിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രതാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലേത് ഭീകരവാദത്തിന്റെ വിജയമാണെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. 1947 പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് 2047 ആകുമ്പോഴേക്കും ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനായുള്ള ഭീകരവാദികളുടെ ഉപകാര സ്മരണയാണ് വയനാട്ടിലെ കോൺഗ്രസ് വിജയം. വയനാട്ടിലെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയം ഭീകരവാദത്തിൻ്റെതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഹമാസിനെതിരെ പറഞ്ഞ ശശി തരൂരിനെ ചവിട്ടി താഴ്ത്തുന്നതാണ് പിന്നീട് കണ്ടത്. വഖഫ് ഭൂമിയുടെ കാര്യം പറഞ്ഞ് ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി. അത് ഈ രാജ്യത്തെ നശിപ്പിച്ച പാർട്ടിയാണ്. ഈ രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ്. ഈ രാജ്യത്തെ ചോരപ്പുഴ ഒഴുക്കിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയാണ്. ഡയറക്റ്റ് ആക്ഷൻ എന്നൊക്കെ പേരിട്ടുകൊണ്ട് കൽക്കട്ടയിലൊക്കെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത പാർട്ടിയാണ്. ഈ രാജ്യത്തെ ആദ്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിനുശേഷമാണ് ഇവിടെ മറ്റു പാർട്ടികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടിപ്പോ വലിയ മതേതരവാദികളാണെന്ന് ഞെളിഞ്ഞ് നടക്കുന്നു. ലീഗ് അതിന് അരിയിട്ട വാഴ്ച നടത്തുന്നു ഇവിടുത്തെ മതേതരക്കാരെന്ന് പറയുന്ന ആളുകൾ. ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നഴ്സിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എഴുതിയ FB പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർ 10 കൊല്ലത്തിനകം പച്ചക്കൊടി പിടിക്കേണ്ടി വരും. കേന്ദ്രം കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമം മതേതരത്വവും സ്ത്രീ സമത്വവും അവഗണിക്കപ്പെടുന്നവർക്ക് പരിഗണനയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, കോഴിക്കോട്.